പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. യുഎസുമായി കരാറിലേർപ്പെടാൻ തയ്യാറാകണം എന്നതാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും ഇറാന് രണ്ട് വഴികളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ കരാർ, അല്ലെങ്കിൽ പൂർണ്ണമായും കീഴടങ്ങൽ. ഇക്കാര്യമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇരുന്നാൽ, അതായത് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും ഇറാൻ തയ്യാറാകാതെ ഇരുന്നാൽ ആ നിലപാടാണ് ഇറാൻ കൈക്കൊള്ളുന്നതെന്നും ഇതിനെയാണ് എന്ത് ചെയ്തു ട്രംപ് വിമർശിക്കുന്നത്. ഇറാൻ ഒമാനുമായി മാത്രമാണ് ഇടപെടുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റേത് ഇരട്ടത്താപ്പാണ്. തങ്ങളോട് ചർച്ചയ്ക്കായി യാചിക്കുമ്പോഴും പുറമെ ചർച്ചയ്ക്ക് ഇല്ല എന്നതാണ് അവരുടെ നിലപാട്. ഒമാന്റെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് ചർച്ച നടത്തുന്നതെന്ന് ഇറാൻ അഭിമാനത്തോടെ പറയുമ്പോഴും അവർ തങ്ങളോട് സഹകരിക്കുന്നുണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും കരാറിന്റെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. എന്തായാലും അമേരിക്ക ആഗ്രഹിക്കാത്തിടത്തോളം കാലം ഇറാനിലേക്ക് ഒന്നും കടന്നുവരില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാന് ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ കടലെടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ട്രംപ് പറയുന്നു. ഇറാനുമേലുള്ള കടുത്ത സൈനിക നീക്കങ്ങൾക്കിടയിലും നിർണായക വെളിപ്പെടുത്തലുമായാണ് ട്രംപ് എത്തിയത്. ഇറാന്റെ അഭ്യർത്ഥന അനുസരിച്ച് സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെയും തങ്ങൾ തമ്മിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായുള്ള നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നും അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും ഇറാൻ ശക്തമായി നിഷേധിക്കുകയാണ്. എന്തായാലും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു കരാറിൽ ഒപ്പിടാനുള്ള ഇറാനിയൻ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ അവസരം കൂടിയാണിത്. അല്ലാത്ത പക്ഷം കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ചർച്ച ചെയ്തതെന്നും രണ്ടാം ഘട്ടത്തിൽ ഇറാന്റെ ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള സംസാരമാണ് നടന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഹൈ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അമേരിക്കയുമായി യാതൊരു ചർച്ചകളും നടക്കാനില്ല എന്ന്, അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചർച്ച മാത്രമാണ് നിലവിലുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി ഇറാഖിൽ മതപരമായ തീർത്ഥാടനത്തിലാണെന്നും ഈ ആഴ്ച അവസാനിക്കുന്നതുവരെ ചർച്ചകൾക്ക് ലഭ്യമാകില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും തങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസാന ഒരു അവസരം കൂടി നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിലും ഒരു കരാറോ അല്ലെങ്കിൽ സമ്പൂർണ്ണ കീഴടങ്ങലോ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഇറാന് ഒരിക്കലും ആണവായുധം നേടാൻ അനുവാദം നൽകില്ല എന്നാണ് ട്രംപ് ഒടുവിൽ പറഞ്ഞവസാനിപ്പിച്ചത്.